ഒന്നരാൾ ഇടപെട്ട് ഇരട്ട സന്താനങ്ങളൊക്കെ കൊടുക്കണമെന്നുണ്ട്. അത് അപൂർവമാണ്. എല്ലാ മാസം ഒന്നരാടെന്ന് വെച്ചാൽ ഇടപെട്ട മാസങ്ങളിൽ അവർ വരുമ്പോൾ ഇരട്ട സന്താനങ്ങൾക്കാണ് കൊടുക്കുന്നത്, ജന്മം കൊടുക്കുന്നുണ്ട്. അതും ഒരു അപൂർവതയുള്ളൊരു ക്ഷേത്രമാണിത്. എൻ്റെ അനുഭവം തന്നെ പറയുകയാണെങ്കിൽ എനിക്കിപ്പോൾ 6 മക്കളാണ്, 5 പെൺകുട്ടികൾ, 8 ആൺകുട്ടികളാണ്. ഈ 5 പെൺകുട്ടികളുടെ വിവാഹങ്ങൾ 2 മാസം ഇടപെട്ട് നടത്തി. അതൊക്കെ ഭഗവാൻ നടത്തി തന്ന അങ്ങനെ ഒരു ഇതായിട്ടുള്ളത് ഉണ്ടായി എൻ്റെ അനുഭവത്തിൽ. അതുപോലെ സാമ്പത്തികമായിട്ട് വളരെ വിഷമിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ ഇവിടെ ഭഗവാനെ കനിയണിക്ക് ഒരു ഭയങ്കര ബുദ്ധിമുട്ട് വന്നിട്ട് അന്ന് ഞാൻ ഇവിടുന്ന് ഇറങ്ങിയപ്പോൾ കോട്ടപ്പുറത്തൊരു ലോട്ടറി കടയിൽ നിന്ന് ഞാനൊരു 2 ടിക്കറ്റ് എടുത്തു. ആ ടിക്കറ്റ് എനിക്ക് 2 ലക്ഷം രൂപയുടെ ഒരു സമ്മാനം അടിക്കുകയുണ്ടായി. അപ്പോൾ അത് പിറ്റേ മാസം എനിക്ക് എൻ്റെ ആ ബുദ്ധിമുട്ട് തീർത്ത് ഭഗവാൻ തന്നു. അതുകൂടെ എനിക്ക് ഭഗവാന്റെ കീർത്തി എവിടെ എത്തിക്കണമെന്നൊരു എൻ്റെ ഒരു മനസ്സിലുണ്ടായി. അതിൻ്റെ ഫലമായിട്ട് എപ്പോഴും ഈ മുപ്പട്ടുവാഴ പൂജയിൽ പങ്കെടുക്കുന്നവർക്കും അവർക്കുമെല്ലാം ഭഗവാന്റെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കൊടുക്കും. അത് ഭഗവാൻ അനുഗ്രഹം കിട്ടിയവരുടെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. അങ്ങനെ ഭഗവാന്റെ അനുഗ്രഹം കിട്ടിയവരുടെ കാര്യങ്ങൾ പറഞ്ഞാണ് ഇന്ന് ഈ തരത്തിൽ മുപ്പട്ട് വ്യാഴത്തിൻ്റെ പ്രസിദ്ധി അങ്ങും എത്തിയിരിക്കുന്നത്. ഹരി ഓം. ഇദ്ദേഹം ഇപ്പോൾ സംസാരിച്ചത് എറണാകുളം ജില്ലയിലെ ആലുവയ്ക്കും പറവൂരിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ക്ഷേത്രത്തെക്കുറിച്ചാണ്. ഈ ക്ഷേത്രം വളരെ പുരാതനമായൊരു ക്ഷേത്രമാണ് കേട്ടോ. ഈ ക്ഷേത്രം ശ്രീകൃഷ്ണപുരം സന്താനഗോപാലമൂർത്തി ക്ഷേത്രം എന്നാണ് അറിയപ്പെടുന്നത്. ഇവിടുത്തെ പ്രത്യേകതയാണ് ഇദ്ദേഹം പറഞ്ഞത്. എല്ലാ മലയാള മാസത്തിലെ ആദ്യത്തെ വ്യാഴാഴ്ചയും കാര്യസിദ്ധി പൂജയുണ്ട്. അപ്പോൾ ആ പൂജയിൽ നമ്മൾ ഇരുന്ന് കഴിഞ്ഞ് 1 മണിക്കൂർ കഴിഞ്ഞ് എഴുന്നേറ്റ് നടയിൽ ചെന്ന് പ്രാർത്ഥിക്കുമ്പോൾ അവിടുത്തെ തിരുമേനി നമുക്ക് ഒരു പട്ട് തരും. ആ പട്ട് നമ്മൾ തിരുമേനി തന്നെ പട്ട് ഭഗവാനെ തൊടിയിച്ചിട്ടാണ് നമുക്ക് തരുന്നത്. ആ പട്ട് നമ്മൾ വീട്ടിൽ കൊണ്ടുപോയി നല്ല ശുദ്ധമായിട്ട് വിളക്ക് വയ്ക്കാനെടുത്ത് സൂക്ഷിക്കണം. അങ്ങനെ 12 മാസം നമ്മൾ സൂക്ഷിച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ പൂജ കഴിഞ്ഞു. പിന്നെ നമ്മുടെ കാര്യം സാധിച്ചു കഴിയുമ്പോൾ, അതായത് കുട്ടി ഉണ്ടായി കഴിയുമ്പോൾ നമ്മൾ 6-ാം മാസത്തിൽ ഈ അമ്പലത്തിൽ തന്നെ കൊണ്ടുപോയി ചോറ് കൊടുക്കുമ്പോൾ ഈ പട്ട് കോണകം ഉടുപ്പിക്കുക എന്നുള്ളതാണ് ഇവിടെ പറയപ്പെടുന്നത്. അങ്ങനെ ഒരുപാട് പേർക്ക് അനുഭവങ്ങളുണ്ട് കേട്ടോ ഇവിടെ. ഇപ്പോൾ വീട് വയ്ക്കാനാണെങ്കിലും കല്യാണം നടക്കാത്തവർക്കും അതേപോലെ ജോലി ലഭിക്കാത്തവർക്ക് അങ്ങനെ എന്തിനും കാര്യസിദ്ധിക്കുള്ള ഒരു പൂജയാണ് കേട്ടോ. അത് ഒരുപാട് പേർക്ക് നല്ല അനുഭവങ്ങളുണ്ട്. ഞാനും ഇവിടെ എൻ്റെ മകൾക്ക് കുട്ടി ഉണ്ടാവാൻ ഇത്തിരി വൈകിയപ്പോൾ ഞാനും ഇവിടെ പൂജയ്ക്ക് ഇരുന്നിട്ടുണ്ട്. ഇപ്പം എൻ്റെ മകളുടെ കുട്ടിക്ക് 4 വയസ്സാവാണ് കേട്ടോ. ഈ ഓണത്തിന് ഞാനൊരു 5-6 കൊല്ലം മുമ്പ് ഞാനും ഇരുന്നിട്ടുണ്ട് കേട്ടോ ഈ പൂജയ്ക്ക്. അങ്ങനെ ആ അമ്പലത്തിൽ ചെന്ന് ആ ഭഗവാനെയും കണ്ട് കാര്യസിദ്ധി പൂജയിൽ ഇരിക്കുമ്പോഴത്തേക്കും എല്ലാവർക്കും തന്നെ നല്ല അനുഭവങ്ങളാണ് കേട്ടോ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഈ 12 മാസത്തുള്ള പൂജയ്ക്ക് നമുക്ക് അടുപ്പിച്ച് പോകാൻ പറ്റിയില്ലെങ്കിലും തന്നെ നമ്മുടെ റിലേഷനിലുള്ള ആരെങ്കിലും ഇരുത്തിയാലും മതി ആ പൂജയ്ക്ക്. അതായത് ചേച്ചിമാരെയോ അനിയത്തിമാരെയോ അമ്മയോ അച്ഛനോ അല്ലെങ്കിൽ ആരായാലും ഭർത്താവിൻ്റെ ആൾക്കാരോ അങ്ങനെ ബ്ലഡ് റിലേഷനിലുള്ള ആരിരുന്ന് പൂജിച്ചാലും നല്ലത് തന്നെയാണ്. മുടങ്ങരുതെന്ന് മാത്രം 12 പൂജ. ഉപദേവതകളായിട്ട് ഗണപതി ഭഗവാൻ, അയ്യപ്പസ്വാമി, ശിവൻ, ദേവി, നാഗരാജാവ്, ബ്രഹ്മരക്ഷസ്, ശനിദോഷ പരിഹാര പൂജ ഉണ്ട് കേട്ടോ അവിടെ. ഈ കാര്യം നേടിയെടുക്കുന്നവർ മുഖാമുഖം ബന്ധുക്കൾ പോലെ മറ്റുള്ളവർ അറിഞ്ഞു കേട്ട് വരുന്നവരാണ് ഇവിടെ അധികം വരുന്നത്. അത് വേറെ ക്ഷേത്രപരമായിട്ട് പബ്ലിസിറ്റി അങ്ങനെ വലിയൊരു ഇതൊന്നും ഇവിടെ കൊടുക്കണില്ല. അപ്പോൾ ഭഗവാന്റെ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ശരിക്കും ഗുരുവായൂരപ്പനാണ്. ഇവിടെ അടുത്തമ്മ എന്ന് പറഞ്ഞിട്ട് അമ്മ ഉണ്ടായിരുന്നു. അവരെ എല്ലാ ഈ തിങ്കൾ ഭജനത്തിന് ഗുരുവായൂർ പോകുമായിരുന്നു. അപ്പോൾ ഇവർക്ക് ഈ കോവിഡിന് ശേഷം പോകാൻ പറ്റിയില്ല. അപ്പോൾ അവർക്ക് ഭയങ്കര വിഷമമായി. ഇവർ പോകാൻ പറ്റണില്ല. ഇപ്പോൾ അവർക്ക് വയസ്സുമായി, നല്ല ആരോഗ്യം മോശമായി. അപ്പോൾ അവർ ദിവസവും ഇങ്ങനെ പ്രാർത്ഥിക്കും, ഭഗവാൻ എനിക്ക് ഗുരുവായൂർ വന്ന് തുടങ്ങാനുള്ള ഒരു അവസരമില്ല, എനിക്ക് ആരോഗ്യം അനുവദിക്കുന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഒരിക്കൽ ഇവിടെ മുപ്പട്ട് നടക്കുന്ന അന്ന് രാവിലെ അവർക്ക് ഭഗവാന്റെ സ്വപ്നദർശനം ഉണ്ടാകണം ഗുരുവായൂരപ്പൻ്റെ. ഇവിടെ കേൾക്കുന്നവർക്ക് വന്നാൽ മതി, ഞാൻ അവിടെ ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ട് അവിടെ ആ അമ്മയ്ക്ക്, സരസ്വതി അമ്മയ്ക്ക് ദർശനം കൊടുത്തു. അവർ ആ നിമിഷം തന്നെ അപ്പം തന്നെ വളരെ അവർക്ക് സുഖം ശരിക്കില്ല, ആരോഗ്യം വളരെ ഇതാണ്. എന്നിട്ട് പോലും അവരെന്ത് ചെയ്ത് ഉടനെ തന്നെ ഭഗവാന്റെ ദർശനം കിട്ടിയ ഉടനെ തന്നെ എഴുന്നേറ്റ് കുളിച്ച് മുപ്പട്ട് വ്യാഴം ഇവിടെ അഭിഷേകത്തിന് മുമ്പ് അവരിവിടെ എത്തി എന്നുള്ളതാണ്.
അപ്പോൾ അത് അവരെ സംബന്ധിച്ചോളം അവർ പറഞ്ഞ് ഞാൻ എന്താ വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഗുരുവായൂരപ്പൻ്റെ സ്വപ്ന ദർശനം ഉണ്ടായി. നിങ്ങളിനി ഗുരുവായൂർക്ക് വരണ്ട, ഇവിടെ കൃഷ്ണപുരത്ത് വന്നാൽ മതി, കൃഷ്ണപുരത്ത് ഞാനുണ്ട് എന്ന് ഗുരുവായൂരിന് അവർക്ക് ഒരു സ്വപ്ന ദർശനം കൊടുത്ത് അതോടുകൂടി അവർ എല്ലാ 30 വാഴത്തിനും ഇവിടെ പ്രദർശിക്കാൻ അവർ വരുന്നുണ്ട്. അതുപോലെ തന്നെ കരുമാലൂർ അമ്മയ്ക്ക് ഇതുപോലെ തന്നെ അത് ദർശനം കൊടുത്ത് ഭഗവാൻ ഇവിടെ അവിടെ മുന്നോട്ട് ഗുരുവായൂർക്ക് വരണ്ട, ആരെങ്കിലും ഇല്ല, ഞാൻ ഇവിടെ കൃഷ്ണപുരത്ത് വരും, ഞാൻ കൃഷ്ണപുരത്ത് ഉണ്ടെന്നാണ് പറഞ്ഞത്. ഞാൻ കൃഷ്ണപുരത്തുണ്ട്, അവിടെ വന്ന് എന്നെ ദർശിച്ചാൽ മതി, ഗുരുവായൂർ വന്ന് ദർശിച്ച് അതേ ഫലം തന്നെ കിട്ടുമെന്ന് അവരോടും ഭഗവാൻ അരുളി ചെയ്തു. അപ്പോൾ ഇവിടെ എല്ലാ 30-നും 4 കൊല്ലം മുതൽ അതുപോലെ തന്നെ തൃശ്ശൂർ മുതൽ ഇടയ്ക്കുള്ള മുഴുവൻ ഒരുപാട് ഭാഗത്ത് അമ്മമാരോട് വന്ന് സന്താന ഭാഗ്യം നേടി അവർക്ക് സങ്കടങ്ങൾ ദുരിതങ്ങളൊക്കെ മാറി പോകുന്നുണ്ട്. മലയാള മാസം ആദ്യത്തെ വ്യാഴാഴ്ച കാര്യസ്ഥിതി ഇവിടെ പൂജ നടക്കുന്നു. അതിൽ പല ആൾക്കാരും പങ്കെടുക്കുന്നുണ്ട്. സന്താനവൃത്തിക്കായിട്ടും മറ്റുള്ള തടസ്സങ്ങളും എല്ലാം മാറുന്നതായിട്ട് പങ്കെടുക്കേണ്ടതിൽ പലർക്കും നല്ല അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ളത്. വളരെ അധികം ഭക്തജനങ്ങളിൽ പങ്കെടുത്ത് അവരുടെ കാര്യലബ്ധി ക്ഷേത്രം ഇപ്പോൾ ഉന്നതിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് ധ്വജപ്രതിഷ്ഠയും നവീകരണ കലശവും മറ്റും ഇവിടെ നടന്നിരുന്നു. എല്ലാവർക്കും കൃഷ്ണത്തപ്പൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഞാൻ കൃഷ്ണപുരം സന്താനമൂർത്തി ക്ഷേത്രത്തിലെ മാനേജിംഗ് ട്രസ്റ്റിയാണ്. എല്ലാ തടസ്സങ്ങളും മാറിക്കിട്ടാനുള്ള പൂജയാണിത്. അതിൽ പങ്കെടുത്ത് എല്ലാവർക്കും ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇവിടെയുള്ളവർക്കും ദൂരദേശത്തുള്ളവർക്കും എല്ലാവരും ഇവിടെ വന്ന് പൂജയിൽ പങ്കെടുത്ത് എല്ലാവർക്കും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പ്രധാനമായിട്ട് സന്താനങ്ങളില്ലാത്തവർക്ക് സന്താനം ഉണ്ടാവണം, വിവാഹം കഴിക്കാൻ സാധിക്കാതെ വിവാഹം നടത്തി കൊടുക്കണം, അതേപോലെ തന്നെ വീട് വയ്ക്കൽ, ജോലി കിട്ടൽ, അങ്ങനെ എല്ലാ കാര്യങ്ങളും തടസ്സം കൂടാതെ ഈ പൂജയ്ക്ക് പങ്കെടുത്ത ആളുകൾക്ക് സാധിച്ചിട്ടുണ്ട്. നന്ദി, നമസ്കാരം. എല്ലാവരുടെയും ഭഗവാന്റെ അനുഗ്രഹം ഞാൻ കണ്ടു. 3 മണിയെ കാണും ഭഗവാൻ എൻ്റെ മുമ്പിൽ വന്നു. ഒരു പ്രാവശ്യം കണ്ടപ്പോൾ ഞാൻ ഇങ്ങനെ കണ്ണ് ചിമ്മിട്ട്, രണ്ടാമത്തെ പ്രാവശ്യം ശരിക്കും എൻ്റെ അടുത്ത് തന്നെ വന്ന് ഞാൻ കണ്ടതാണ് ഭഗവാനെ. എനിക്ക് നല്ല അനുഭവമുണ്ട്, ഓരോ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ നമ്മൾ നോക്കുന്നുണ്ട്, ശ്രദ്ധിക്കുന്നുണ്ട്. എനിക്ക് പെട്ടെന്ന് സങ്കടം വരും. ഒരുപാട് പേർക്ക് നല്ല അനുഭവങ്ങളുണ്ട് കേട്ടോ അവിടെ. അതെ, ഈ ചേച്ചിക്ക് ശരിക്കും ഭയങ്കര വിശ്വാസം തോന്നുന്നതാണ്. ഓരോ കാര്യത്തിൽ വരുമ്പോഴും നമുക്ക് എന്തോ ഒരു ഭയങ്കര വല്ലാത്തൊരു അനുഭവമാണ്. വരണം എന്ന് വിചാരിച്ചിരിക്കുന്ന, അങ്ങനെ പിന്നെ ഒരു മാസം കൂടി വരണം എന്നുള്ളൊരു ആഗ്രഹമാണ് നമുക്ക് ഉണ്ടാകുന്നത്. എല്ലാ പ്രാവശ്യവും അതെ, ഈ ഒരു ദിവസം ഒരു പ്രത്യേക ഒരു സന്തോഷം നമുക്ക് ഉണ്ടാകുന്നത്. കണ്ടു ഞാൻ കണ്ണനെ കായാമ്പൂവർണ്ണനെ ഗുരുവായൂരം നിങ്ങൾക്ക് ഈ അമ്പലത്തിനെ കുറിച്ച് എന്തെങ്കിലും വിശദമായി അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ മൊബൈൽ നമ്പർ കൊടുക്കുന്നുണ്ട്. ഈ നമ്പറിൽ ബന്ധപ്പെടുക.